ഇസ്രയേലിൽ ഒരു ഏജൻസിയും കേരളത്തിലുള്ള ഒരു കാൻഡിഡേറ്റിന്റെയും പാസ്പോർട്ട് പിടിച്ചു വെക്കുന്നില്ല. ഇസ്രയേലിലെ ഒരു തൊഴിലാളികളുടെയും പാസ്പോർട്ട് ഒരു ഏജൻസി ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ല. അത് കെയർ ഗിവർ ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും വാട്ടെവർ ഏതൊക്കെ വിഷയമായിക്കോട്ടെ, ഒരു ഏജൻസിയും ഒരു വീട്ടുകാരും നമ്മളുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ കേരളത്തിലുള്ള ചില ഏജൻസികൾ എന്തിന് പച്ച കള്ളങ്ങൾ പറഞ്ഞു പാവപ്പെട്ട കാൻഡിഡേറ്റിനെ പറ്റിക്കുന്നു എന്ന ചോദ്യമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇന്നൊരു കോള് വന്നു. ആ കോളിൽ ഇസ്രയേലിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും പാസ്പോർട്ട് പിന്നീട് ഏജൻസിയിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ആ ഏജൻസി ആ കാൻഡിഡേറ്റിനെ വിളിച്ച് പറയുകയാണ്, നിങ്ങളുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് തന്നെ അത് ഇസ്രയേലിൽ ഇരിക്കുകയാണ്, അത് നഷ്ടപ്പെട്ടു എന്ന രീതിയാണ്. അതുകൊണ്ട് നിങ്ങൾ പുതിയ പാസ്പോർട്ട് എടുത്തുകൊള്ളൂ, ആ പാസ്പോർട്ടിന് ചെലവാകുന്ന രണ്ടാമത്തെ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി വരുന്ന പൈസ ആ ഏജൻസി നൽകാമെന്ന്. എന്തൊരു പച്ച കള്ളമാണ് ഈ പറയുന്നത്. ഒരു പുതിയ നിയമം ഇപ്പോഴുണ്ട് കെയർ ഗിവേഴ്സിന്, പ്രത്യേകിച്ച് പണ്ടൊക്കെ പഴയ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന നമ്മുടെ പോലീസിന് കൊടുത്തിട്ടുള്ള പരാതി അത് മതിയായിരുന്നു പുതിയൊരു പാസ്പോർട്ട് വെച്ച് കയറി വരാൻ. അല്ലെങ്കിൽ പഴയ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് പറയാമായിരുന്നു. ഇന്ന് നിയമം മാറി. എത്ര പാസ്പോർട്ട് പഴയതുണ്ടോ അത് സബ്മിറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇസ്രയേലിലേക്ക് വരാൻ പറ്റൂ പുതിയ പാസ്പോർട്ടിനോടൊപ്പം എന്ന പച്ചയായ ഒരു നിയമം ഇരിക്കുമ്പോൾ ഇതുപോലും അറിയാത്ത, ബേസിക് പ്രിൻസിപ്പിൾ പോലും അറിയാത്ത പല ഏജൻസികളും ഇപ്പോഴും പാവപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും ഏജൻസി തന്നെ അവരുടെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള സമീപനം കൊണ്ട് ഈ പാവപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ പാസ്പോർട്ട് ഏജൻസിയിൽ നിന്ന് മിസ്സാവുകയും ചെയ്തിട്ട് 7,000 രൂപ കാൻഡിഡേറ്റിന് കൊടുക്കുകയാണ്, നിങ്ങൾ രണ്ടാമത്തെ പാസ്പോർട്ട് എടുത്തോളാൻ. അതുവഴി എന്ത് സംഭവിക്കും? ഇനി ഒരിക്കലും ഇസ്രയേലിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലേക്ക് ആ പാവപ്പെട്ട ഒരു കാൻഡിഡേറ്റിന്റെ വാതായനം അടയ്ക്കപ്പെട്ടു എന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളുടെ പാസ്പോർട്ട് ഏജൻസി നഷ്ടപ്പെടുത്തി എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നല്ലാതെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. ആ പാസ്പോർട്ട് കൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളെ അജീവനാന്തം ജയിലിൽ ഇടാൻ പറ്റുന്ന തലത്തിലേക്കുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് മിസ്യൂസ് ചെയ്ത് പലർക്കും ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി പരമായിട്ടുള്ള കാലചക്രം ആണ് മുന്നിലുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇസ്രയേലിലെ ഒരു ഏജൻസികളും നിങ്ങളുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. കെയർ ഗിവേഴ്സിന് പല സമയത്തും എംബസി ഇന്റർവ്യൂ കഴിയുമ്പോൾ ചില വെരിഫിക്കേഷന് വേണ്ടിയും ചില ക്ലാരിഫിക്കേഷന് വേണ്ടിയും 1-2 ആഴ്ച എംബസിയിൽ പാസ്പോർട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുകയും അത് റിലീസ് ചെയ്യുന്നു എന്നുള്ള സത്യം ഒഴിച്ചാൽ ബാക്കി ഒരു കാര്യങ്ങൾക്കും നിങ്ങളുടെ ഇസ്രയേലിൽ നിന്നും നിങ്ങളുടെ കേരളത്തിലെ നിങ്ങളുടെ ഏജൻസിയിൽ നിന്ന് നിങ്ങളുടെ ഒരു ഒറിജിനൽ പാസ്പോർട്ടും ഇസ്രയേലിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നുവെങ്കിൽ ആ ഏജൻസിയെ വിശ്വസിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. സോ ഇതോടൊപ്പം തന്നെ ചേർത്ത് ഒരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് നാട്ടിലുള്ള പാവം കാൻഡിഡേറ്റിനെ ഏജന്റുമാർ വലിപ്പിക്കുന്നത്. കെയർ ഗിവർ ആകാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവർ ഇനിയെങ്കിലും കുറച്ചുകൂടെ ബേസിക് കാര്യങ്ങളിൽ അവെയർ ആകൂ. ആർക്കും നമ്മുടെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ അധികാരമില്ല. കേരളത്തിലുള്ള ചില ഏജൻസികൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് വിസ അപ്രൂവ് ചെയ്യാൻ കാലതാമസം വരുത്തുകയും പിന്നീട് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്ന ഖേദകരമായ മറുപടിയാണ് കാൻഡിഡേറ്റിന് കൊടുക്കുന്നത്. എന്തു ലാഭത്തിന്റെ പേരിലാണെങ്കിലും ഏജന്റുമാരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയത്തിനും പണത്തിനും മൂല്യമുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉണ്ടെന്ന് ചിന്തിക്കുക. എന്നോട് ഇന്നൊരു കോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കാര്യം ഇൻഫോം ചെയ്യുക. കാരണം നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ അവകാശമാണ്. ഏജൻസി എന്ന് പറയുന്നതിന് ഭയക്കേണ്ട കാര്യമില്ല. ഒരു 5-6 കട്ടയും പിന്നെ ഒരു പേരും 2 കറങ്ങുന്ന കസേരയും ഇട്ട് നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന ആള് നിങ്ങളുടെ പാസ്പോർട്ട് ചോദിച്ച് അത് അവരുടെ ഒരു നിരുത്തരവാദിത്തപരമായ സമീപനം കൊണ്ട് പാസ്പോർട്ട് മിസ്സായി പോയെങ്കിൽ അവർക്കത് കൈയൊഴിയാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ പാസ്പോർട്ടാണ്. നിങ്ങളുടെ പാസ്പോർട്ട് മറ്റുള്ളവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ചട്ടുകമായി മാറാതിരിക്കട്ടെ. നന്ദി.